ഇത് ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചറും കൂടിയാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്? വ്യക്തി സ്വാതന്ത്രമോ മനുഷ്യജീവനോ നിഷേധിക്കാൻ ഭരണഘടനാപരമായി വ്യവസ്ഥാപിതമായ നിയമമാർഗം, വ്യവസ്ഥാപിത നിയമമാർഗവുമല്ല, ഡ്യൂ പ്രോസസ്സിൽ കൂടി മാത്രമേ സാധിക്കൂ എന്നാണ് മനേകാ ഗാന്ധിയുടെ കേസോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുള്ളത്. അപ്പോൾ ഒരു അറസ്റ്റിൻ്റെ പ്രത്യാഘാതമാണ്. ഒരാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്? പോലീസാണ്, ഇ ഡിയാണ്. ഇ ഡിയുടെ കഥ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പങ്കജ് ചൗധരി ഒരു കണക്ക് പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. അതായത് 2019 2022 ഇടയിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 193. അതിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത് ജയിലിലിട്ട ആളുകൾ അതിൽ 138 കേസുകൾക്ക് കുറ്റപത്രം കൊടുത്തു, വിചാരണ കഴിഞ്ഞു. അതിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 2 കേസുകളാണ്. ബാക്കി 136 കേസിൽ നിരപരാധികളാണ്. അവർ ജയിലിൽ കിടന്നതെല്ലാം നിരപരാധികളാണ് എന്ന് ഞാൻ പറയുകയല്ല. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. അപ്പോൾ അമിത്ഷാ മോഡി കൂട്ടുകെട്ട് ധരിക്കുന്നത് ഇ ഡിയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ ജയിലിലിടുക. 30 ദിവസം കഴിഞ്ഞാൽ അവർ മുഖ്യമന്ത്രി അല്ലാണ്ടാവും. അപ്പോൾ ആ ഒരവസരത്തിൽ മന്ത്രിസഭയെ, പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ നിയമം എന്ന ഈ ദണ്ടുപയോഗിച്ച് നടപടികൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉറപ്പ് പറയുന്നു, ഇത് ഒരു കാരണവശാലും ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല. കാരണം ഈ റിമാൻഡ് പ്രിസണർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമാൻഡ് പ്രിസണർ ഒരിക്കലും ഒരു കൺവിക്റ്റ് അല്ല. വിചാരണ കഴിഞ്ഞ് കുറ്റക്കാരനാണെന്ന് കണ്ട ഒരു വ്യക്തിയല്ല റിമാൻഡ് പ്രിസണർ. ഒരാളെ റിമാൻഡിൽ പാർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ പോലീസ് നടത്തുന്ന അറസ്റ്റുകൾ ആയിരക്കണക്കിന് ആളുകളെ, സിദ്ദീഖ് കാപ്പൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ, ഒരു മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. എത്ര മാസമാണ് അയാൾ ജയിലിൽ കിടന്നത്? അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടു. എന്താണ് അദ്ദേഹത്തിൻ്റെ കുറ്റം? അദ്ദേഹത്തിൻ്റെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താണ്? അപ്പോൾ പോലീസും ഇ ഡിയും വിചാരിച്ചാൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ പോലീസിനെയും ഇ ഡിയെയും ഉപയോഗിച്ച് നിയന്ത്രിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഭരണഘടനാപരമായി നിലനിൽക്കില്ല. കാരണം 99-ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ കണ്ടതല്ലേ? പാർലമെന്റിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് പാസാക്കിയതാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെന്റ് കമ്മീഷൻ. മാത്രമല്ല, ജുഡീഷ്യറിയെ ബാധിക്കുന്നൊരു വിഷയമായത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ പകുതി നിയമസഭകൾ അത് ശരിവെക്കണം. ഇന്ത്യയിലെ 20ഓളം നിയമസഭകൾ അത് ശരിവെച്ചു. അപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും യോജിച്ച് പാസാക്കിയ ഒരു നിയമം, ഇന്ത്യയിലെ 20 നിയമസഭകൾ ശരിവെച്ച ഒരു നിയമം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെതിരാണ് എന്ന് പറഞ്ഞ് അസാധുവാക്കി, ഭരണഘടനാ വിരുദ്ധമാക്കി. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 21 നേരിട്ട് ബന്ധമുള്ള ഒരു അറസ്റ്റിൻ്റെ പൊളിറ്റിക്കൽ പ്രത്യാഘാതമാണ് ഈ ബില്ലിൽ കൂടി. ഈ ബില്ല് വായിച്ചാൽ നമുക്ക് ചിരി വരും. ജാമ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാം എന്നൊരു വകുപ്പും കൂടി ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു. 31ാമത്തെ ദിവസം ഈ മുഖ്യമന്ത്രിയോ മന്ത്രിയോ രാജിവെച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാണ്ടാവുന്നു ഓട്ടോമാറ്റിക്കലി, രാജിവെച്ചിട്ടില്ലെങ്കിൽ. എന്തൊരു പ്രാകൃത നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തെ. അപ്പം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ ഈ ഭരണകക്ഷി ഭയപ്പെടുന്നു. നിയമത്തിൻ്റെ ദണ്ടുപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും സുശക്തമായ ഒരു ഭരണഘടനയുടെ രാജ്യമാണ്. ശരി, ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും തന്നെ മാറ്റിമറിക്കാനോ പൊളിച്ചെഴുതാനോ കഴിയില്ല.